സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. മംഗല്യം നൽകി മോദാൽ ശ്രുതഗണമഖിലം കാത്തുരക്ഷിക്കുമമ്മേ. അംഗങ്ങൾ നാലു രണ്ടും പരിചൊടു വിനിയോഗിച്ചു സാഷ്ടാംഗമായി ഞാൻ തുംഗാമോദാർദ്രഭക്ത്യാ തവ പദമലരിൽ വന്ദനം ചെയ്തിടുന്നേൻ. ഭംഗ്യാ വന്നെൻ്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക്, യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ഷഷ്ഠസ്കന്ധം 11-ാമത്തെ അധ്യായമാണ് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സദ്ധർമ്മങ്ങളെക്കുറിച്ച്, അസദ്ധർമ്മങ്ങളെക്കുറിച്ചും യുഗധർമ്മങ്ങളെക്കുറിച്ചും വേദവ്യാസൻ ജനമേജയന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് അവലോകനം ചെയ്തു വരുന്നത്. വ്യാസന്റെ വാക്കുകളെ കേട്ട ജനമേജയൻ ചോദിക്കുന്നു: ഭഗവൻ സർവധർമ്മജ്ഞ സർവശാസ്ത്രവിശാരദ കലാവധർമ്മ ബഹുലേ നരാണാം കാഗതിർഭവേത്. ഹേ ഭഗവൻ, സർവധർമ്മങ്ങളും അറിയുന്നവനാണ് അവിടുന്ന്, സർവശാസ്ത്രങ്ങളിലും അറിയുന്നവനാണ്. അതുകൊണ്ട് പറഞ്ഞു തരൂ, അധർമ്മബഹുലമായ കലികാലത്തെ മനുഷ്യരുടെ ഗതി എന്താണ്? രക്ഷപ്പെടാൻ എന്തെങ്കിലും ഉപായമുണ്ടെങ്കിൽ ദയവായി അത് എന്താണ് എന്ന് പറഞ്ഞു തരണം എന്ന് പറയണം. അപ്പോൾ കലികാലത്തിൻ്റെ വൈഭവങ്ങൾ എങ്ങനെ അധപ്പതിക്കണു, എന്തൊക്കെ അധർമ്മ പ്രവൃത്തികൾ ചെയ്യണു, അതിനുള്ള കാരണം എന്താണ് എന്നുള്ളതിനെയെല്ലാം ഇതാ മുകളിൽ ദീർഘമായിട്ട് ഈ അധ്യായത്തിൽ അവിടെ വർണ്ണിച്ചു. അത് കേട്ടപ്പോഴാണ്, അത് മനസ്സിലാക്കിയ ജനമേജയൻ പറയണത്, സർവധർമ്മങ്ങളിലും സർവശാസ്ത്രങ്ങളിലും നിപുണനായിട്ടുള്ള അങ്ങ് ഈ അധർമ്മങ്ങളിൽ നിന്ന് കലികാലത്ത് മനുഷ്യരുടെ ഗതി എന്താണ്, ഇതിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് മാർഗം എന്ന് നമുക്കെല്ലാം വേണ്ടി ജനമേജയൻ ചോദിക്കണു. വ്യാസൻ മറുപടി പറയണു: ഏക ഏവ മഹാരാജ തത്രോപായോസ്തിനാപര സർവദോഷനിസാരാർത്ഥം ധ്യായേൽ ദേവീ പദാംബുജം. ഹേ രാജൻ, ഏക ഏവ തത്രഹ ഉപായാസ്തി നാപരഹ. ഇതിന് ഒരൊറ്റ ഉപായമേയുള്ളൂ, മറ്റൊരു ഉപായങ്ങളും ഇല്ല. എന്താണ് ആ ഉപായം? സർവദോഷ നിരാസാർത്ഥം, സർവദോഷങ്ങളും ഈ കലിദോഷങ്ങൾ ഇല്ലാതാക്കാനായിക്കൊണ്ട് ഒരു ഉപായം മാത്രമേയുള്ളൂ. എന്താ? ധ്യായേൽ ദേവി പദാംബുജം. ആ ദേവിയുടെ, ജഗദംബയുടെ പാദപത്മത്തെ ധ്യാനിക്കുക എന്നല്ലാതെ മറ്റ് ഒരു ഉപായവും ഈ കലികാലത്ത്, ഈ കലിവൈഭവത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. എത്രത്തോളം പാപങ്ങളുണ്ടോ അത്രത്തോളം അവയെ നശിപ്പിക്കാനുള്ള ശക്തിയും ഈ ദേവീനാമങ്ങൾക്കുണ്ട് എന്ന് ഹേ രാജൻ അറിഞ്ഞാലും അവേശേനാഭിയന്നാമ ലീലയോച്ചാരിതം യതി കിം കിം ദദാതി തജ്ഞാതും സമർത്ഥ നഹരാധയാ. കളിയായിട്ടായാലും അവശനായിട്ടായാലും ആ നാമം ജപിക്കുന്നവന് എല്ലാ സൗഭാഗ്യവും ദേവിയുടെ അനുഗ്രഹത്താൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം എന്ന് ജനമേജയനോട് പറഞ്ഞു കൊടുക്കുന്നു. ഹരേ അവശേനാഹ. ഹരി എന്നുള്ള നാമം അവശനായിക്കൊണ്ട് ജപിച്ചാലും മതി. അവന് ഭഗവാന്റെ അനുഗ്രഹമുണ്ടായിട്ട് നരകത്തിൽ നിന്നും രക്ഷപ്പെട്ട് മോക്ഷത്തിലേക്ക് പോകുന്നു, വൈകുണ്ഠലോകത്തിലേക്ക് പോകുന്നു എന്ന ജാമിളോപാഖ്യാനം പറയുന്ന സമയത്ത് അവിടെ ശ്രീശുകൻ പറയുന്നുണ്ടല്ലോ. അതിനെ തന്നെയാണ് ഇവിടെ വ്യാസൻ ജനമേജയനും പറയണത്. അവശനായിക്കൊണ്ടാണെങ്കിലും ശരി, എന്നാം ആ ദേവിയുടെ നാമം സ്മരിച്ചു എന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ചു എന്നുണ്ടെങ്കിൽ അവന് ലഭിക്കാത്തതായിട്ട് മറ്റൊന്നുമില്ല. എന്തൊക്കെ പാപങ്ങളുണ്ടെങ്കിലും ആ പാപങ്ങളെയെല്ലാം, എന്തൊക്കെ കലിദോഷങ്ങളുണ്ടെങ്കിലും ആ കലിദോഷങ്ങളെയെല്ലാം ആ നാമം ഹരിക്കുന്നുണ്ട്. അപ്പോൾ പ്രായശ്ചിത്തം തു പാപാനാം ശ്രീദേവീ നാമ സംസ്മൃതി. തസ്മാത് കലിഭയാൽ രാജൻ പുണ്യക്ഷേത്രേ വസേന്നരാ.
പാപങ്ങൾക്കെല്ലാം പ്രായശ്ചിത്തം ഈ കലിയുഗത്തിലെ ദേവി നാമ സ്മരണം ഒന്നു മാത്രമാണ്. അതുകൊണ്ട് കലിഭയം ഇല്ലാതാകാൻ മനുഷ്യൻ പുണ്യക്ഷേത്രങ്ങളിൽ വസിക്കണം. നിരന്തരം പരാശക്തിയുടെ നാമം സ്മരിക്കണം, ജപിക്കണം. ജീവജാലങ്ങളെ കൊന്നിട്ടും ഉപദ്രവിച്ചിട്ടും സർവ്വലോകത്തെയും ദ്രോഹിച്ചിട്ടും ആരാണോ ഭക്തിപൂർവം പരാശക്തിയെ നമസ്കരിക്കുന്നത് അവനെ പാപം സ്പർശിക്കുകയില്ല. സർവശാസ്ത്രങ്ങളുടെയും രഹസ്യമാണ് ഈ ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അത് അജാമിളോപാഖ്യാനത്തിലും പറയുന്നുണ്ട്. പരമമായ ഗുഹ്യമായിട്ടുള്ള നാമവൈഭവമാണ് അങ്ങേക്ക് ഞാനിതാ അഗസ്ത്യനിൽ നിന്നും അറിഞ്ഞത്, ഹേ പരീക്ഷത്തെ പറഞ്ഞു തരുന്നത് എന്ന് അവിടെ പറഞ്ഞു. അതേ ആ നാമവൈഭവത്തിനെ തന്നെയാണ് ഇവിടെ വേദവ്യാസനും ജനമേജയന് പറയണത്. ഇവിടെ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം നമ്മൾ അനീതിയും അധർമ്മവും ഹിംസയും ചെയ്യുക, എന്നിട്ട് നാമം ജപിക്കുക, പിന്നീട് വീണ്ടും ചെയ്യുക, അതല്ല അതിൻ്റെ അർത്ഥം. അതായത് അറിഞ്ഞോ അറിയാതെയോ പ്രാരാബ്ധവശാൽ അത്തരം പാപകർമ്മങ്ങൾ പലതും ചെയ്യേണ്ടതായിട്ട് വന്നുപോയി. ഇനി ഞാൻ എന്ത് ചെയ്യും? ആ പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? എന്തെങ്കിലും പ്രായശ്ചിത്തമുണ്ടോ? അത്തരം പാപങ്ങളല്ലേ ഞാൻ ചെയ്തു കൂട്ടിയിരിക്കുന്നത് എന്ന് ആ ചിന്തിക്കുന്ന വ്യസനിക്കുന്ന ഒരു മനുഷ്യന് ഇതാ എത്ര കഠിനമായിട്ടുള്ള എത്ര പ്രവൃത്തികളായിട്ടുള്ള പാപങ്ങൾ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിലും ആ ദേവിയുടെ നാമം ജപിക്കുക, സ്മരിക്കുക ചെയ്താൽ നിരന്തരം ആ പാപങ്ങളെല്ലാം ദേവി ഹരിച്ച് അവന് ആ പാപങ്ങളിൽ നിന്നും മുക്തിയേകും എന്ന് പറയാണ്. ഇതിൻ്റെ അർത്ഥം കാലത്ത് മുതൽ വൈകിട്ട് വരെ പാപങ്ങൾ ചെയ്യുക, വഞ്ചിക്കുക, ഹിംസാദിവൃത്തികൾ ചെയ്യുക, വൈകിട്ട് വന്ന് കുളിച്ച് കുറച്ച് ദേവീനാമം ജപിക്കുക, പിറ്റേ ദിവസം വീണ്ടും ധനസമ്പാദനത്തിനായി ധർമ്മം ചെയ്തുകൊണ്ട് നടക്കുക. അങ്ങനെയല്ല. നമ്മൾ ഒരുപാട് ധർമ്മങ്ങൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്വപ്രേരിതമായിട്ട്, പരപ്രേരിതമായിട്ട്, സ്വന്തം ബന്ധുമിത്രങ്ങൾക്ക് വേണ്ടിയിട്ട്, അങ്ങനെ പലതിനുമായിക്കൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പോൾ നമ്മൾ അതിനെ മനസ്സിലാക്കി, അയ്യോ ഇതെല്ലാം ഞാൻ ചെയ്തു കൂട്ടിയല്ലോ, ഇതിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗമില്ലേ, രക്ഷപ്പെടാൻ കഴിയില്ലേ എന്ന് പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആ ഒരു മനസ്സോടുകൂടി നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഈ ദേവി നാമസ്മരണം കൊണ്ട് അതിന് പ്രായശ്ചിത്തമായി ഭവിക്കും. ആരാണോ ഭക്തിപൂർവം പരാശക്തിയെ സ്മരിക്കുന്നത്, നമസ്കരിക്കുന്നത്, അവനെ പാപം സ്പർശിക്കില്ല. ഇതാണ് സർവശാസ്ത്രങ്ങളുടെയും രഹസ്യം. ഇതൊക്കെ നല്ലതുപോലെ ആലോചിച്ചിട്ട് ദേവീ പാദാംബുജത്തിൽ ഭജിച്ചോളൂ. സകല മനുഷ്യരും അജപ ഗായത്രി ജപിക്കുന്നുണ്ട്, എന്നാൽ അതിൻ്റെ മഹിമ അറിയുന്നില്ല. മായയുടെ വൈഭവം വലുതാണ്. ഗായത്രി ബ്രാഹ്മണരെല്ലാം അന്തരംഗത്തിൽ ജപിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ മഹിമ എന്താണ് എന്ന് അവർക്ക് പോലും അറിയണില്ല. മായയുടെ വൈഭവം വലുത് തന്നെയാണ് എന്ന് എന്നോട് ചോദിച്ച കാര്യങ്ങളെല്ലാം ഞാനിതാ അങ്ങേക്ക് പറഞ്ഞു. യുഗധർമ്മ വ്യവസ്ഥയെപ്പറ്റി ഇനി എന്തെങ്കിലും അങ്ങേക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് 11ാമത്തെ അധ്യായം ഇവിടെ വ്യാസൻ അവസാനിപ്പിക്കുന്നത്. അവസാനിപ്പിക്കുന്ന സമയത്ത് കൊടുക്കുന്നതായിട്ടുള്ള സൂചന എന്താണ്? ആ ഗായത്രി മന്ത്രത്തിൻ്റെ മഹിമ. ദേവിയെ ഉപാസിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള മന്ത്രമായിട്ടുള്ള ഗായത്രി മന്ത്രങ്ങൾ, അതേമാതിരി ദേവിയുടെ നാമങ്ങൾ, ലളിതാ സഹസ്രനാമങ്ങൾ, ലളിതാഷ്ടോത്തരങ്ങൾ, അങ്ങനെ എന്തൊക്കെയുണ്ട് ഇല്ലേ ദേവിയെ ആരാധിക്കാനായിട്ട്, പൂജിക്കാനായിട്ട്. ദേവി മഹാത്മ്യം മുതലായിട്ടുള്ളത്, സൗന്ദര്യലഹരി, ശങ്കരാചാര്യ വിരചിതമായിട്ടുള്ള സൗന്ദര്യലഹരി, ദേവീ സ്തുതികൾ അനവധികളുണ്ട്. 1, 2 എന്നല്ല, നൂറ്റുകണക്കിനുള്ള ദേവീ സ്തുതികളൊക്കെയാണ് ശങ്കരാചാര്യ സ്വാമികൾ എഴുതിയിട്ടുള്ളത്. അതേമാതിരി പല മഹാത്മാക്കളും. ഇതൊക്കെ ദേവിയെ ഭജിക്കാനും ആ ദേവിയിൽ ഭക്തി ഉണ്ടാവാനും തദ്വാര
ഈ മനുഷ്യജന്മത്തിൽ നാം ചെയ്തതായിട്ടുള്ള പാപകർമ്മങ്ങളിൽ നിന്നും പ്രായശ്ചിത്തം നേടി ഈ ജീവിതത്തെ ധന്യമാക്കി മോക്ഷപ്രാപ്തി നേടാനും ഉപകരിക്കുന്നതാണ് എന്നുള്ളതിനെ ഇവിടെ പറഞ്ഞുകൊണ്ട്